ഡിയോയുടെ മൈലേജ് നമ്മൾ നോക്കിയിട്ടുണ്ട്, 53 അത് നമ്മുടെ നോർമൽ പെട്രോൾ ഉപയോഗിച്ചിട്ടാണ് എനിക്ക് മൈലേജ് കിട്ടിയിരിക്കുന്നത്. ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പമ്പിൽ പോയിട്ട് പവർ ഉണ്ടല്ലോ, പവർ വാങ്ങി 1 ലിറ്റർ കറക്റ്റ് ഒഴിച്ചിട്ട്, ഇതിൻ്റെ പെട്രോൾ ഇപ്പോൾ തീരും, പവർ വാങ്ങി ഞാൻ കുപ്പിക്കകത്ത് വെക്കും, 1 ലിറ്റർ അടിച്ചിട്ട് എത്ര മൈലേജ് കിട്ടുമെന്ന് നോക്കാം. പവറുണ്ട് കേട്ടോ, പവറുണ്ട്. ഈ പവറുണ്ടോ? പള്ളിമുക്കിലെ പമ്പിലുണ്ടോ? അപ്പുറത്തൊരു പമ്പുണ്ട് കേട്ടോ, ആ പമ്പിൽ പോയി നമുക്ക് പവർ അടിക്കാം. പവർ അടിച്ചിട്ട് എത്രയാണ് നമുക്ക് ഡിയോയ്ക്ക് മൈലേജ് കിട്ടുമെന്ന് നോക്കാം. പവർ ഉണ്ട് കേട്ടോ, കുപ്പിയിലാണ്, 1 ലിറ്റർ. പവറിൻ്റെ കളറുണ്ടോ? റെഡ്. ആദ്യമായിട്ടാണ് കുപ്പിക്കകത്തൊരു വാങ്ങിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് കിടക്കുന്ന പെട്രോള് ഓടിച്ച് തീർക്കണം. വണ്ടി തമ്മുന്നുണ്ട്, കണ്ടല്ലോ, കണ്ടോ? ഓക്കെ, അപ്പം വണ്ടിയിലെ പെട്രോള് ഫുള്ള് തീർത്തിട്ടുണ്ട്. ഞാൻ നേരെ ആ മരത്തിൻ്റെ അങ്ങോട്ട് പോട്ടെ. വണ്ടിയിലെ പെട്രോൾ ഞാനിപ്പോൾ ഫുള്ള് തീർത്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലേക്ക് വീഡിയോ എടുക്കണം ഗൈസ്. വേണ്ടിയുള്ള സെറ്റപ്പ് എൻ്റെ ഫോണാണ്, ഡിയോ. നമുക്കിതിൻ്റെ മൈലേജ് നോക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതിൻ്റെ മൈലേജ് നീ ഓൾറെഡി ചെയ്തിട്ടുള്ളതല്ലേ? അപ്പോൾ പവർ ഒഴിച്ചിട്ടാണ് ഗൈസ് ഞാൻ ചെയ്യാൻ പോണത്. 1 ലിറ്റർ ഉണ്ട്, ഇത് ഒഴിച്ചിട്ട് എത്രയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഡിഫറൻസ് അറിയാം, കൂടുതൽ കിട്ടുന്നുണ്ടോ, മൈലേജ് കൂടുതൽ കിട്ടുന്നുണ്ടോ, അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ഇങ്ങനെയാണ് ഗൈസ് ഞാൻ ഇൻസ്റ്റഗ്രാമിലേക്ക് വീഡിയോസ് എടുക്കുന്നത് കേട്ടോ. ഒരു തുള്ളി പോലും പുറത്ത് പോകാതിരിക്കാനായിട്ട് എൻ്റെ കയ്യിൽ വേറൊരു സെറ്റപ്പ് ഉണ്ട്, ഹാൻഡ് മെയ്ഡാണ് കേട്ടോ. ഒരു കുപ്പി അത് മുറിച്ചു. ഈ വണ്ടിയൊക്കെ പവർ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്, എൻ്റെ സ്വന്തം വണ്ടിയാണ്ട് പറയുന്നത്. പവറിന് വേറൊരു മണമാണോ? നോക്കാം, പവർ ഒഴിച്ചിട്ട് എത്ര മൈലേജ് കിട്ടുന്നതെന്ന് നോക്കാം. കിലോമീറ്റർ നോക്കൂ, 42951. ടാർഗറ്റ് എത്ര? 54 ആണ്. ഇവിടെ നിന്നാണ് ഒഫീഷ്യലി നമ്മുടെ മൈലേജ് ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. കൊല്ലംകാലം ഇതാണ് ഞാൻ പറഞ്ഞത്. നിൽക്കത്തില്ല, വണ്ടി ഓടിക്കൊണ്ടേ ഇരിക്കും. എൻ്റെ ഗുണം കണ്ടോ? ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇറങ്ങിയായിരുന്നു വന്ന്, തിരിച്ചു പോകുമ്പോൾ നമുക്ക് സ്ട്രൈറ്റ് പോകണം. നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, മൈലേജിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ. അന്ന് ഞാൻ ഈ വണ്ടി ഇതുപോലൊക്കെ തന്നെ ഓടിച്ചത്, അന്ന് ഞാൻ പോയ അതേ റൂട്ട് തന്നെ ഇപ്പോഴും പോകാൻ പോകുന്നത്. ചോദ്യങ്ങളുടെ മറുപടി ഞാൻ തരാം കേട്ടോ. എവിടെ നിന്നാണ് വണ്ടികൾ കിട്ടുന്നത്? കൂട്ടുകാർ തരുന്നതാണ് കേട്ടോ. എനിക്കൊരു ബന്ധമില്ലാത്തവരുടെ അടുത്ത് പോയി, പരിചയമില്ലാത്തവരുടെ അടുത്ത് പോയി ഞാൻ വണ്ടി എടുത്തിട്ടുണ്ട്. ആമേ അവര് സൗണ്ട് കേട്ടാൽ നമ്മൾ മനസ്സിലാക്കണം ബ്രേക്ക് പിടിക്കുന്നുണ്ട്. 42967, അതായത് 113 ഇപ്പോഴത്തെ പവറിൻ്റെ റേറ്റ്. പെട്രോളിൻ്റെ സാധാ നോർമൽ പെട്രോളിൻ്റെ റേറ്റ് 107. 51 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പോൾ 71, അതായത് 20. 43008 ആണ് പവറിന്. നമ്മുടെ സാധാ പെട്രോളിനേക്കാളും മൈലേജ് കിട്ടും. എനിക്ക് സാധാ പെട്രോളിന് ഇതിന് കിട്ടിയത് 53 ആയിരുന്നു. ഇതിപ്പം 008 എന്ന് പറയുമ്പോഴത്തേക്ക് 57 തീർന്നിട്ടില്ല. നോക്കാം എത്ര ദൂരം കൂടി ഇനി ഓടുമെന്ന് നോക്കാം. നമുക്കിനി ഈ വഴി ഒന്ന് പോവാം. തീരാറായെന്ന് തോന്നുന്നു കേട്ടോ, തീരാറായെന്ന് തോന്നുന്നു. തീരാറായി. ഓക്കെ, തീർന്നു. നമ്മ പൊക്കോ ഒന്ന് നടന്നോ, പെട്രോൾ ഒഴിച്ചിട്ട് വരാം ഞാൻ.
അപ്പം പെട്രോൾ ഫുള്ള് തീർന്നിട്ടുണ്ട്. എനിക്ക് കിട്ടിയ മൈലേജ് മനു പെട്രോൾ തീർന്നു നിന്നേടാ. ഞാൻ റെക്കോർഡിങ്ങാ തിരിക്കി. എടാ ഞാൻ എൻ്റെ മൈലേജ് നോക്കിയാടാ, പവർ അടിച്ചിട്ട് നോക്കിയതാ. ഇത് പവർ അടിച്ചിട്ട് ഞാൻ പറഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നീ തെറ്റിച്ചെന്നെ. എൻ്റെ പെട്രോൾ ഫുള്ള് തീർന്ന് നിന്നിട്ടുണ്ട്. 53 എനിക്ക് ഈ വണ്ടിക്ക് കിട്ടിയ നോർമൽ പെട്രോളിന് എനിക്ക് കിട്ടിയ മൈലേജ്. ഇപ്പം 43010, അതായത് 59 പവറിന് എനിക്ക് കിട്ടിയ മൈലേജ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് തീരുന്നു. ബൈ.